ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ മാളുകളിൽ ഇങ്ങനത്തെ ഒരു കലാപരിപാടികളും ഡെക്കറേഷൻസൊക്കെ പതിവാണ്. ഇത് ദുബായിലെ വാഫി മാളിലാണ്. സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാലോന്ന് തോന്നി. അവിടെ ചെന്നപ്പോൾ നല്ല ഡാൻസ് ചെയ്തിട്ടുള്ള കുറേ ചേച്ചിമാരും പിന്നെ നല്ല ഡെക്കറേഷൻ, ലൈറ്റിങ് എല്ലാം ഒരു പൊളി തന്നെയായിരുന്നു. അവിടെ എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ തല കുത്തിയൊക്കെ നിൽക്കുന്ന സാന്താക്ലോസൊക്കെ, അതൊക്കെ എനിക്കൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഞാനിതൊരു അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്കിതൊരു കൗതുകമായിരിക്കും. കാരണം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അവർ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു ഡിഫറെൻറ്റ് വേ ആണ്. അവരവിടെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്രിസ്മസ് കാർഡ് മേക്കിങ്, പിന്നെ സാന്താക്ലോസിൻ്റെ ലെറ്റർ, അങ്ങനെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞത് മാത്രമല്ല, അപ്പുറത്ത് സാന്താക്ലോസിൻ്റെ ഗ്രോട്ടോ ഉണ്ട്, അവിടെ പോയ സാന്താക്ലോസിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. ഇതിനൊക്കെ ആയിട്ട് നമ്മൾ അവരുടെ ഒരു ബുക്ക്ലെറ്റ് പർച്ചേസ് ചെയ്യണം. അതിന് 80 ദിറംസ് ആണ് അവർ പറഞ്ഞത്. നമ്മൾ നേരെ രജിസ്റ്റർ ചെയ്ത് QR കോഡ് കൊടുക്കുകയാണെങ്കിൽ 65 ദിറംസ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിനുണ്ട്. അത് ആവശ്യമുള്ളവരൊന്ന് നോക്കി അതുപോലെ ഒന്ന് എടുക്കാം. പിന്നെ മാത്രമല്ല, പിള്ളേർക്കായിട്ട് വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കളർ ചെയ്യാനും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ട്രഷർ ഹണ്ടിങ് ആയിരുന്നു. അങ്ങനെ അതിൻ്റെ രജിസ്ട്രേഷൻ തപ്പിയിട്ട് ഞാൻ ഓടി. അങ്ങനെ അവസാനം കണ്ടെത്തി QR കോഡ് സ്കാൻ ചെയ്ത് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ടോട്ടൽ 6 സോൺ ഉണ്ട്. 6 സോണിലെത്തുമ്പോൾ ഒരു ഹിൻറ്റ് ഉണ്ടായിരിക്കും. ആ ഹിൻറ്റ് അനുസരിച്ച് നമ്മൾ അവിടെ പോയി അവിടുത്തെ QR കോഡ് സ്കാൻ ചെയ്യുന്നതാണ് പരിപാടി. അപ്പോൾ ആദ്യം ഞാൻ ഈ ടൈം ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പയ്യെ ഇങ്ങനെ പോകുമായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ടൈമൊക്കെ കണ്ടത്. അങ്ങനെ ഹിൻഡൊക്കെ നോക്കി ഞാൻ എല്ലാ സോൺസും കവർ ചെയ്തു. സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4, സോൺ 5, സോൺ 6. അറ്റ് ലാസ്റ്റ് ഞാൻ ആ ഡെസ്റ്റിനേഷൻ എത്തി. അപ്പോൾ അവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കാർഡ് എടുക്കാം. അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി. സംഭവം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ ഞാനത് കൂടുതൽ അന്വേഷിക്കാനും പോയില്ല. എനിക്കിതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പെട്ടെന്ന് നമ്മളൊക്കെ ഒരു ചെറിയ കുട്ടിയായ പോലെ തോന്നി. December 6th മുതൽ December 24th വരെയാണ് ഈ ഫെസ്റ്റിവൽ അവിടെ ഉണ്ടാവുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബുക്ക്ലെറ്റ്, ഒരു ഫാമിലിക്ക് ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. കൂടുതലൊക്കെ അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.